മലയാളത്തിൻ്റെ മഹാനടനാണ് മമ്മൂട്ടി. മോളിവുഡിലെ എന്നല്ല, നിലവിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സീനിയറായ സൂപ്പർ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. മെഗാസ്റ്റാർ എന്നാണ് അദ്ദേഹത്തെ ആരാധകർ വിശേഷിപ്പിക്കുന്നത്. പല താരങ്ങളും കരിയറിൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ താഴേക്ക് പോകുമ്പോഴും സ്ക്രിപ്റ്റ് സെലക്ഷനും മികച്ച സിനിമകളുമായി അനുദിനം കാണികളുടെ മനസ്സ് കീഴടക്കുകയാണ് മമ്മൂട്ടി. നിലവിൽ പ്രമുഖ സംവിധായകൻ മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലാണ് മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിങ്ങനെ വലിയ താരനിര തന്നെയുള്ള ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കവെയാണ് അശുഭകരമായ ഒരു വാർത്ത പുറത്തുവന്നത്. ചെറിയ ദേഹാസ്വാസ്ഥ്യം മൂലം മമ്മൂട്ടി ഷൂട്ടിംഗ് നിർത്തി ചികിത്സ തേടിയെന്നായിരുന്നു ഇത്. പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് വലിയ രീതിയിൽ വാർത്തയാക്കി. മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും സജീവമായിരുന്നു. എന്നാൽ ഇതിലൊന്നും കഴമ്പില്ലെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചത്. ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് സംവിധായകൻ ജോസ് തോമസ്. അദ്ദേഹത്തിന്റെ മറുപടി വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഇക്കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അകന്ന ബന്ധു എന്നെ വിളിച്ച് ചോദിച്ചു, മമ്മൂക്കയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, എന്ത് സംഭവിക്കാനാണ്, എന്തോ ക്യാൻസറാണ്, അസുഖമാണെന്നൊക്കെ പറയുന്നു. മമ്മൂക്ക മരിച്ചു പോകുമോ എന്നും ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായും മരിച്ചു പോവും. അവിടെ നിന്ന് അയ്യോ എന്ന ശബ്ദം കേട്ടു. ഞാൻ ചോദിച്ച്, എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്ന്. ചേട്ടൻ എന്തായി പറയുന്നത്? മമ്മൂക്ക മരിച്ചു പോകുമെന്നോ? ഞാൻ ചോദിച്ചു, താൻ മരിക്കില്ലേ? അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വബോധം വീണ്ടും കിട്ടിയത്. അത് ശരിയാണ്, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയും അസുഖവും എന്താണ് എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, പലരും പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. സിനിമാ രംഗത്തെ അദ്ദേഹവുമായി അടുത്തിടപഴകുന്ന പലരുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. രോഗത്തിൻ്റെ ഒരു ആരംഭം മാത്രമാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. 2 ആഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരും. അത് പറഞ്ഞപ്പോൾ ആ പയ്യന് ആശ്വാസമായി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ ഓൺലൈൻ മീഡിയയിലാണ് കൂടുതലും മമ്മൂക്കയുടെ രോഗത്തെക്കുറിച്ച് വ്യാജ പ്രചാരണവും ശരിയായ വാർത്തയും ഒക്കെ പ്രചരിക്കുന്നത്. മറ്റൊരു അച്ചടി മാധ്യമത്തിലും നിങ്ങൾക്കിത് കാണാൻ കഴിയില്ല. മമ്മൂട്ടിയെപ്പോലെ ഒരു മഹാനടൻ്റെ രോഗവിവരം മറച്ചു വെക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണെന്നതുകൊണ്ടായിരിക്കാം. മമ്മൂട്ടി ഈ അടുത്ത കാലത്ത് തുടർച്ചയായി വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതെന്തോ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് തോന്നിയിട്ടാവണം പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അതിലാണ് കുടൽ ക്യാൻസറിൻ്റെ ഒരു തുടക്കം റേഡിയേഷനിലൂടെ മാറ്റാൻ കഴിയുന്നത് കണ്ടെത്തുന്നത് എന്നതാണ് സംഭവിച്ചത്. ഇത് വാർത്തകളിലൂടെ പുറം ലോകം അറിയണമെന്ന് മമ്മൂട്ടി ആഗ്രഹിച്ചു കാണില്ല. കാരണം മമ്മൂട്ടിയെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരുടെ ഉള്ളിലൊരു വേദന ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ്. അത് അസുഖവിവരം അറിഞ്ഞാൽ അദ്ദേഹത്തിന് ചാൻസ് നഷ്ടപ്പെടും എന്നറിഞ്ഞതുകൊണ്ടൊന്നുമല്ല. എനിക്ക് പരിചയമുള്ള കാലം തൊട്ട് അദ്ദേഹം മദ്യപിക്കില്ല.